ചില കൈകൾ നമ്മുടെ ജീവിതത്തെ തഴുകാൻ വേണ്ടി മാത്രമുള്ളതല്ല. നമ്മളെ പണിയാനും പണിതെടുക്കുവാനും ഇന്നീ കാണുന്ന തലത്തിലേക്ക് നമ്മെ എത്തിക്കുവാനും ഒരുപാട് ആ കൈകൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും തിരിഞ്ഞ് അന്വേഷിച്ചിട്ടില്ല ആ കൈകൾ അന്ന് വേദനിച്ചിരുന്നുവോ, ആ കൈകൾ തളർന്നിരുന്നുവോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ ജാനുവരിയിൽ ഒരു ഷോർട്ട് ട്രിപ്പ് നാട്ടിലോട്ട് പോയപ്പം എടുത്തിയ ഒരു ചെറിയൊരു വീഡിയോയാണ്. ഞാനാണ് ആ വീഡിയോ എടുത്തയാൾ. ഞാനും എൻ്റെ അമ്മയെ ഹെൽപ്പ് ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ആ ഒരു സെനമണിൻ്റെ ഒരു മരം, അത്യാവശ്യം വലിയൊരു മരമായിരുന്നു. അതിൻ്റെ അത്യാവശ്യം എഴുത്തൊരു കൊമ്പ് തന്നെയാണ് മുറിച്ച് അതെല്ലാം ചെത്തി എടുത്ത് ഉണക്കി പൊടിച്ച് ഞങ്ങൾക്ക് തന്നു വിട്ടു. ഞാനതെപ്പോഴും എടുക്കുമ്പോൾ എൻ്റെ അമ്മയെ ഓർക്കാറുണ്ട്. അല്ലെങ്കിലും എന്തെടുത്താലും എൻ്റെ അമ്മയുടെ ഒരു ടച്ചിങ് എനിക്ക് എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഈ പണ്ടത്തെ അമ്മമാർ, സ്പെഷ്യലി എൻ്റെയൊക്കെ അമ്മ അല്ലെങ്കിൽ അതിൻ്റെ മുത്തശ്ശിമാർ, അവർക്ക് എപ്പോഴും സ്വപ്നങ്ങളില്ലാഞ്ഞിട്ടാണോ, അവർ പുറത്തൊരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണോ? അല്ല, ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് പുറത്ത് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തെങ്കിലും, അതായത് ഒരു ഹൗസ് വൈഫ് അല്ല, അതിനപ്പുറത്തേക്ക് മാറി എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ, സ്പെഷ്യലി അവരെപ്പോഴും അന്ന് അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ചിരുന്നത്. അവരെ മോൾഡ് ചെയ്തെടുക്കുന്നതിലും അവരെ വളർത്തി പരിപാലിക്കുന്നതിലും ഒക്കെ അവരതിന് വേണ്ടിയിട്ട് അവരുടെ സ്വപ്നങ്ങളെ അവരുടെ ആഗ്രഹങ്ങളെ എല്ലാം അവർ കുഴിച്ചു മൂടി എന്ന് തന്നെ പറയാം. ഇന്നത്തെ അമ്മമാർ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചിറകുകൾ കൊടുക്കുന്നില്ല എന്നല്ല, അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു വ്യത്യാസമുണ്ട് പഴയ അമ്മമാരും ഇപ്പോഴത്തെ അമ്മമാരുമായിട്ടും. പഴയ അമ്മമാർ ഒരിക്കലും അവരുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോയില്ല. പക്ഷേ ഇന്നത്തെ അമ്മമാർ അവരുടെ സ്വപ്നങ്ങളെ കുറേയൊക്കെ ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊരു അമ്മയാണ് ഞാനെപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനോടൊപ്പം എൻ്റേതായ കാര്യങ്ങൾക്കും കുറേ പ്രിയോറിറ്റീസ് കൊടുക്കാറുണ്ട്. നമ്മുടെ പേരൻസ് അവരൊരിക്കലും നമുക്ക്